ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്കുണ്ടോ? എസ്കേൻ ഒരു പാക് മിസൈലിന്റെ ചില ഭാഗങ്ങൾ ബറ്റിൻഡയിൽ നിന്ന് കണ്ടെത്തി എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. അത് ഇന്നലെ പരക്കെ അതിർത്തി മേഖലയിലേക്ക് പാകിസ്ഥാൻ വലിയ തോതിൽ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു. അതിൻ്റെ പല ഭാഗങ്ങളും അതിർത്തിയുടെ അകത്തും പുറത്തുമായി ചിതറിക്കിടക്കുന്നുണ്ട്. ബട്ടിൻഡയിൽ നിന്ന് അത്തരം ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ മറ്റു വിവരങ്ങൾ ചൈനീസ് നിർമ്മിതമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്ക് സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥർ പോയി എന്നതാണ് ഇപ്പോൾ വരുന്ന ഒരു വിവരം. മറ്റൊന്ന് എസ്കെൻ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യയിലെ ഒരു നഗരം പോലും ഈ ഘട്ടത്തിൽ ഏതെങ്കിലും സുരക്ഷാ ഭീഷണി ഇപ്പോൾ നേരിടുന്നില്ല. എല്ലാ നഗരവും സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. ഒരിടത്തൊന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണമായി നോർമലായി തന്നെ എല്ലാ നഗരങ്ങളിലും ജനജീവിതമുണ്ട്. അതിർത്തി മേഖലകൾ, അതിർത്തി ഗ്രാമങ്ങൾ, അതിർത്തിയോട് ചേർന്നുള്ള ചെറു പട്ടണങ്ങളിലൊക്കെയാണ് കുറച്ച് ജാഗ്രത വേണം എന്നിപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റ് മേഖലകളിലൊക്കെ ഇന്ത്യൻ നഗരങ്ങളൊക്കെ സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ പാനിക്കാവുന്ന ഒരു സിറ്റുവേഷനും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത്. പാകിസ്ഥാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആയുധം കൊണ്ടോ അല്ലെങ്കിൽ നയതന്ത്ര നീക്കങ്ങൾ കൊണ്ടോ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അവർ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില പാക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്നത് ഇന്ത്യയിൽ 2-3 ദിവസം കൊണ്ട് 2-3 ദിവസത്തേക്ക് ഇന്ത്യയിലെ ATMകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു എന്ന മട്ടിൽ പാകിസ്ഥാനിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അത് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ആ വാർത്ത കണ്ടെത്തുകയും അതിൽ വസ്തുതയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം മാധ്യമങ്ങൾ, എന്ന് വെച്ചാൽ പാക് പിന്തുണയുള്ള മാധ്യമങ്ങൾ പാകിസ്ഥാനിൽ തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയില്ല. പക്ഷേ ഈ നിലയിൽ വ്യാജ വാർത്തകൾ കൊണ്ട് ഇന്ത്യയെ തകർക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന മട്ടിലുള്ള പ്രചാരണം എന്നൊരു ശ്രമം കൂടി പാകിസ്ഥാൻ നടക്കുന്നുണ്ട്. അതേസമയം ഡൽഹിയിലേക്ക് വന്നാൽ തിരക്കിട്ട രാഷ്ട്രീയ കൂടിയാലോചനകളുടെ, സൈനിക കൂടിയാലോചനകളുടെ, ഉന്നതതല യോഗങ്ങളുടെ ഒരു പകലാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കാണ് ഡൽഹി ഉണർന്നെണീറ്റത്. പ്രധാനമന്ത്രി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പ്രതിരോധ മന്ത്രിയുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. 3 സേനാ മേധാവികളും പ്രതിരോധ മന്ത്രിയെ കണ്ടു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടർച്ചയായി ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് അറിയേണ്ട ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാനിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലുള്ള കനത്ത പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ ഇസ്ലാമാബാദ് ആക്രമിക്കപ്പെട്ടു. അതുപോലെ ലാഹോറിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ കറാച്ചിയിൽ വലിയ മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പിന്നീട് ഏതെങ്കിലും ഒരു നീക്കത്തിന് മുതിർന്നില്ല. ചില ഡ്രോൺ ആക്രമണങ്ങൾ മാത്രം, ഒറ്റപ്പെട്ട നീക്കങ്ങൾ മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കൂടുതൽ കടുത്ത പ്രത്യാക്രമണത്തിലേക്ക് ഇന്ത്യ പോകുമോ, അതോ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇവിടെ നിർത്തുമോ എന്നതാണ് അറിയേണ്ടത്. അതിന് വേണ്ടുന്ന തരത്തിൽ ഉള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എസ്കെൻ, അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 7 ഭീകരരെ വധിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് വരുന്നുണ്ട്. ഇന്നലെ ഈ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക്, ചെറുപട്ടണങ്ങളിലേക്ക്, സേനാ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുകയും അതിനൊപ്പം തന്നെ ഈ നുഴഞ്ഞുകയറ്റം സാംബ സെക്ടറിലൂടെ വലിയൊരു നുഴഞ്ഞുകയറ്റത്തിനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. 9 നുഴഞ്ഞുകയറ്റക്കാർ, പാക് ഭീകരരെയാണ് അതിർത്തിയിൽ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ 7 പേരെ സേന വധിച്ചു, BSF തന്നെ വധിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ നുഴഞ്ഞുകയറ്റം ഇന്ത്യ തകർത്തു എന്ന് തന്നെയല്ല, നുഴഞ്ഞു കയറാനെത്തിയ 7 പാക് ഭീകരരെ, അതിർത്തിക്കപ്പുറത്തു നിന്ന് വരാൻ ശ്രമിച്ച 7 പാക് ഭീകരരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു നേട്ടമാണ്. അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ കശ്മീരിനകത്ത് വീണ്ടും ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ തയ്യാറായ, പരിശീലനം നേടിയവരായിരുന്നു ഈ 7 പേരും. അതിൽ 7 പേരെയും വധിച്ചിട്ടുണ്ട്. 2 പേർ തിരികെ പോയി എന്നാണ് BSF അറിയിച്ചിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരായിരുന്നു ഈ നിലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. 9 പേര്, അതിൽ 7 പേരെ വധിച്ചു, 2 പേർ തിരികെ പോയി എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ BSFിൻ്റെ ഒരു ശക്തമായ തിരിച്ചടിയാണ് BSF അവിടെ സാംബ സെക്ടറിൽ ഇന്നലെ ജെയ്ഷെ മുഹമ്മദിന് കൊടുത്തത്. ഈ നീക്കങ്ങളൊക്കെ നടത്തുമ്പോഴും ISIയുടെ ഭാഗത്തുനിന്ന് ഈ നിലയിലുള്ള നുഴഞ്ഞുകയറ്റവും അതിന് നൽകുന്ന പിന്തുണയും അത് തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ സാംബയിൽ കണ്ടത്. അതിന് അതിശക്തമായ മറുപടി ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട്. 7 നുഴഞ്ഞുകയറ്റക്കാരാണ് കൊല്ലപ്പെട്ടത്. മറ്റു 2 പേർ തിരികെ പോയി. അവർ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചില്ല. BSFിൻ്റെ കടുത്ത
പ്രത്യാക്രമണത്തിൽ അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. അത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരരായിരുന്നു വന്നത്. അപ്പോൾ ഡൽഹിയിൽ ഉന്നതതല കൂടിയാലോചനകളുടെ അടുത്ത നീക്കങ്ങളുടെ പകലിലേക്ക് കടക്കുന്നു. രാജ്യം സാധാരണ പോലെ തന്നെ സഞ്ചരിക്കുകയാണ്. അതിർത്തി സംസ്ഥാനങ്ങൾ, അതിർത്തി ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിലാണ് വലിയ ജാഗ്രതയുള്ളത്. ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യ സുരക്ഷിതമായി എല്ലാവരും ഒരുമിച്ച് രാവിലെ അവരുടെ ദൈനംദിന ജോലിയിലേക്ക് കടന്നിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമുക്ക് എല്ലാ ദിവസവും പോലെ തന്നെയാണ് ഇന്നും. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആശങ്കയില്ല. കാരണം ഇന്ത്യയുടെ എല്ലാ സേനാ ക്യാമ്പുകളും സുരക്ഷിതമാണ്. ആക്രമിക്കാൻ വന്നവരെ തിരിച്ചോടിച്ചു എന്ന് തന്നെയല്ല, അവർക്ക് മറക്കാൻ കഴിയാത്ത പ്രഹരം അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നൽകുകയും ചെയ്തു. അപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ സുരക്ഷിതമായിരിക്കുന്നു. അതിർത്തി പട്ടണങ്ങളും ഗ്രാമങ്ങളും ജാഗ്രതയോടെ ഇരിക്കുന്നു. SK.